ഓക്കെ, സോ ഇപ്പം നിലവിൽ മാർക്കറ്റിലുള്ള ഫോണുകളുടെ സെൽഫി ക്യാമറ എടുത്ത് നോക്കിയാൽ പല പല രീതിയിലുള്ള സെൽഫി ക്യാമറാസ് ആണല്ലേ. സോ ഇതുപോലത്തെ ഡബിൾ സെൽഫി ക്യാമറയുണ്ട്, പിന്നെ ഇങ്ങനെ സിംഗിൾ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയുണ്ട്, ഇങ്ങനെ ഡ്രോപ്പുള്ള സെൽഫി ക്യാമറയുണ്ട്, പിന്നെ നമ്മൾ മോട്ടോ ഫ്യൂഷൻ പ്ലസിൽ കണ്ട് പോപ്പപ്പ് സെൽഫി ക്യാമറ ഉണ്ട്. ഞാനിപ്പം ഷൂട്ട് ചെയ്യുന്ന പോക്കോ F1-ൻ്റെ വലിയൊരു സെൽഫി നോച്ച് തന്നെയുണ്ട്. സോ ഒരുപാട് രീതിയിലുള്ള സെൽഫി ക്യാമറാസാണ് നമ്മുടെ ചുറ്റുമുള്ള ഫോൺസിലുള്ളത്. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു അണ്ടർ ഡിസ്പ്ലേ ഇൻവിസിബിൾ സെൽഫി ക്യാമറ ആണെങ്കിലും അങ്ങനത്തെ ഒരു ടെക്നോളജി ഉള്ള സെൽഫി ക്യാമറ ഫസ്റ്റ് ടൈം കൊമേഴ്ഷ്യലി മാർക്കറ്റിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു കമ്പനിയാണ് ZTE. സോ ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ നിതിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഈ ഒരു ടെക്നോളജിയെക്കുറിച്ച് നമ്മൾ ഫസ്റ്റ് ടൈം കേട്ടപ്പം രണ്ട് മേജർ കമ്പനീസാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. ഫസ്റ്റ് ആണ് ഷവോമി, പിന്നെയാണ് ഓപ്പോ. സോ ഇവരാണ് ഫസ്റ്റ് ടൈം ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പൊക്കെ മാർക്കറ്റിൽ ഇറക്കിയത്. പക്ഷേ കുറച്ച് തടസ്സങ്ങളൊക്കെ വന്നിരുന്നു. ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ആക്കാൻ പറ്റുമോ ഇല്ലയോ നമുക്കെന്താ നോക്കാം. എന്തായിരുന്നു ആ മെയിൻ തടസ്സം എന്തായിരുന്നു നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു ടെക്നോളജിയെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പം. പക്ഷേ മാർക്കറ്റിൽ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ഫോൺ വരാൻ പോകുന്നത് ZTE എന്ന കമ്പനിൻ്റെയാണ്. ആ ഫോണാണ് ZTE Axon A20 5G. ഈ ഒരു ഫോണിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വളരെ രസകരമായ അല്ലെങ്കിൽ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടീസർ അല്ലെങ്കിൽ ട്രെയിലറാണ് ZTE പുറത്തേക്ക് വിട്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ നോർമൽ ഫോൺസിലുള്ള നോച്ചും പിന്നെ ഈ പഞ്ച് കട്ടൗട്ടിനെയൊക്കെ ഒരുമാതിരി കളിയാക്കിക്കൊണ്ടുള്ള ഒരു ടീസറാണ്. ഈ ഫോൺ ZTE അൺവീൽ ചെയ്യാൻ പോകുന്നത് 1st of September-ലാണ്. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ ചില സ്പെസിഫിക്കേഷൻസ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഡിസ്പ്ലേ OLED ഡിസ്പ്ലേ ആയിരിക്കും. 6.92 ഇഞ്ചിൻ്റെ ഒരു യമണ്ടൻ OLED ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ റെസൊല്യൂഷൻ ഉള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും. ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 10 വരാൻ പോകുന്നത്. പിന്നെ ഇതിലുണ്ടാകുന്നത് Mi Favor 10 എന്ന് പറഞ്ഞൊരു UI ആണ്. പേരിൽ തന്നെ 5G ഉണ്ട്. സോ ഒബ്വിയസ്ലി ഒരു 5G ഫോണാണ്. പക്ഷേ ഇതിൽ വരാൻ പോകുന്നത് എക്സ്ട്രീം, അതായത് ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റായ 865 അല്ലെങ്കിൽ 865+ അല്ല, പക്ഷേ മിഡ് റേഞ്ച്, പ്രീമിയം മിഡ് റേഞ്ച് നമ്മൾ OnePlusൻ്റെ നോഡിലൊക്കെ കണ്ട 765G Qualcomm Snapdragon 765G ചിപ്സെറ്റാണ് വരാൻ പോകുന്നത്. ബിൽഡ് നോക്കുകയാണെങ്കിൽ പ്രീമിയം ബിൽഡ് തന്നെയാണ്. ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്. സോ ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡാണ്. പ്ലസ് ഇതിൻ്റെ ഫ്രെയിമും ലീക്സ് അനുസരിച്ച് ഫ്രെയിമും അലൂമിനിയം ഫ്രെയിമാണ്. ഈ ഫോണിൻ്റെ റെൻഡർ ലീക്സ് ശ്രദ്ധിച്ചാൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 64 MP പ്ലസ് 8 MP പ്ലസ് 2+2 ആണ്. 32 MP സെൽഫി ക്യാമറയാണ്. സോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയാണ്. 4120 mAh ബാറ്ററി, 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്. ക്വിക്ക് ചാർജ് 4+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയുടെ ടെക്നോളജി നോക്കുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു പഞ്ച് ഹോൾ ക്യാമറ അല്ലെങ്കിൽ ഒരു നോച്ചിൻ്റെ ആവശ്യം വരുന്നത്. കാരണം ക്യാമറയുടെ സെൻസർ, സോ സെൽഫി ക്യാമറ ആണെങ്കിൽ സെൽഫി ക്യാമറയ്ക്ക് ഒരു സെൻസർ ഉണ്ട്. ആ സെൻസറിലേക്ക് ലൈറ്റ് ചെന്നാൽ മാത്രമേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. സോ ആ ലൈറ്റ് അതിലേക്ക് ചെല്ലാൻ വേണ്ടി ഒരു ട്രാൻസ്പെറൻറ്റ് നമുക്ക് അത് വേണം, ഗ്ലാസ് വേണം ലെൻസിൽ, അല്ലേ, അല്ലെങ്കിൽ ലെൻസിൻ്റെ മുകളിൽ കവർ ചെയ്തിരിക്കുന്ന ഗ്ലാസ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. എന്നാലേ അത് ലൈറ്റ് ഉള്ളിലേക്ക് കംപ്ലീറ്റ്ലി ചെല്ലുള്ളൂ. സോ നമ്മുടെ ഡിസ്പ്ലേൻ്റെ താഴെ വെറുതെ ഒരു ക്യാമറ കയറ്റി വെച്ചാൽ അതിലേക്ക് ലൈറ്റ് ചെല്ലില്ല. കാരണം നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേ ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് അല്ല, കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് അല്ല. സോ ഷവോമി എന്ന കമ്പനി ഇതിൻ്റെ ടെക്നോളജി ഫസ്റ്റ് ടൈം ഒരു പ്രോട്ടോടൈപ്പ് രൂപത്തിൽ അവർ കാണിച്ചപ്പം അവർ പറഞ്ഞൊരു സംഭവമാണ്. അവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ബേസിക്കലി സൂപ്പർ ആംബുലർ ഡിസ്പ്ലേ അല്ലെങ്കിൽ ആംബുലർ ഡിസ്പ്ലേയിൽ മാത്രമേ പോസിബിൾ ഉള്ളൂ. കാരണം ആംബുലർ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഒരു സ്ഥലത്തിൻ്റെ LEDs ഓഫ് ചെയ്യാൻ പറ്റും, LCDയിൽ അത് പറ്റില്ല. സോ അവർ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്യാമറ ഇരിപ്പില്ലേ, ക്യാമറ എന്തായാലും അടിയിലുണ്ടല്ലോ. സോ ആ ക്യാമറയുടെ മേളിലുള്ള ആ സ്ഥലത്തുള്ള മാത്രം LEDs ഇവർ ഓഫ് ചെയ്യും. പിന്നെ ഈ ആംബുലർ ഡിസ്പ്ലേ, LCD ഡിസ്പ്ലേ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ലിങ്ക് ഇട്ട് തരാം, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. സോ നിങ്ങൾ ഈ അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ഉള്ള ഷവോമിയുടെ പ്രോട്ടോടൈപ്പിൻ്റെ സെൽഫി ക്യാമറ ആക്ടിവേറ്റ് ചെയ്താൽ കറക്റ്റ് ആ ഒരു അണ്ടർ ഡിസ്പ്ലേ ക്യാമറയുടെ മേളിലുള്ള നമ്മുടെ മെയിൻ ഡിസ്പ്ലേൻ്റെ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അവിടുത്തെ LED ഓഫ് ആവും. അങ്ങനെ ആ ഒരു നമ്മുടെ സ്ക്രീൻ ചെറുതായിട്ട് ട്രാൻസ്പെറൻ്റ് ആവും. മെയിൻ ഇഷ്യൂ ഇത് തന്നെയാണ്, ട്രാൻസ്പെറൻ്റ് ആയ സംഭവം കിട്ടുന്നില്ല. സോ എപ്പോഴും ട്രാൻസ്ലൂസൻ്റ് ആയിരിക്കും. കാരണം നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് അല്ല. കാരണം അതിൻ്റെ മേളിൽ ഗൊറില്ല ഗ്ലാസ് അങ്ങനെ പ്രൊട്ടക്ഷനൊക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് അല്ല. സോ ഈ ഒരു ഇഷ്യൂ ഉണ്ട് മെയിൻലി ഫേസ് ചെയ്യുന്നത് ഈ അണ്ടർ ഡിസ്പ്ലേ സെൽഫിയെ സംബന്ധിച്ചിടത്തോളം. സോ ഈ ഒരു പ്രോബ്ലം മറികടക്കാൻ വേണ്ടി മെയിൻ സംഭവം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു അൽഗോരിതം ഉണ്ടല്ലോ, സോഫ്റ്റ്വെയർ. സോ ഈ പ്രോസസ്സ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയർ ഇതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യണം. സോ കിട്ടുന്ന ലൈറ്റ് വെച്ച് നല്ല ഫോട്ടോസ് നമുക്ക് തരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കണം മെയിൻ. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സെൻസർ വെക്കണം, അല്ലെങ്കിൽ നല്ല വലിയ സൈസുള്ള സെൻസർ വേണ്ടി വരും. സോ ZTE ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തത്, അത് തൽക്കാലം അറിയില്ല. ഈ ഫോൺ മിക്കവാറും September 1 അൺവീൽ ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ ഒരു
സെൽഫി ഫോട്ടോസ് ഒന്നും ZTE പുറത്ത് വിട്ടിട്ടില്ല. സോ നമുക്കറിയില്ല എങ്ങനെയാണ് ഇതിൻ്റെ സെൽഫി ക്വാളിറ്റി. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് എന്നറിയാം, പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. സോ എന്തായാലും നമുക്ക് സെപ്റ്റംബർ 1 വരെ വെയിറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടും. സോ ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും പിന്നെ അതിനോടൊപ്പം തന്നെ ഈ ഒരു അണ്ടർ ഡിസ്പ്ലേ സെൻസറിൻ്റെ അല്ലെങ്കിൽ അണ്ടർ ഡിസ്പ്ലേ ക്യാമറേൻ്റെ ഒരു ടെക്നോളജി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോയിലൂടെ. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ, ദിസ് ഇസ് Mr. Perfect Tech signing off. Goodbye.